മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. 2026 വിഷുഫല പ്രവചനങ്ങളിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളിലായി 12 രാശികളിലായി 27 നക്ഷത്രങ്ങളിൽ നിലകൊള്ളുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ക്ഷേമമേറിയ വിഷഫലം നേർന്നുകൊണ്ട് വിഷുഫല പ്രവചനങ്ങൾ തുടങ്ങുന്നു. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക കാൽ ഉൾക്കൊള്ളുന്ന കാർചക്രത്തിലെ ആദ്യത്തെ കൂറാണ് മേടക്കൂർ. മേടക്കൂറുകാർക്ക് ഇപ്പോൾ എങ്ങനെയാണ് നിലവിലെ അവസ്ഥ? ഏഴര ശനിയുടെ ആരംഭകാലം, അതിനോടൊപ്പം തന്നെ മൂന്നാമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലം. സ്വതവേ കഴിഞ്ഞ ഒരു കാലങ്ങളായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരായിരുന്നു മേടക്കൂറിലുള്ള ആൾക്കാർ. അവർ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിലും സാമ്പത്തിക ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും ജോലിയുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എല്ലാവരും തന്നെ വലിയ വിഷമതകളിൽ കൂടെ കടന്നുപോകേണ്ടൊരു കാലമായിരുന്നു. ചെലവ് വർദ്ധിക്കുക, ഉറക്കത്തിന് കുറവ് വരിക, ഗ്രഹസൗഖ്യം ഇല്ലാതെ വരിക, ഓരോ കാര്യങ്ങളെ ഓർത്തുള്ള ഓവർ തിങ്ക്, ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുത്. പല പ്രശ്നങ്ങളായിട്ട് ജീവിതത്തിൽ ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഉറങ്ങാൻ മരുന്ന് പോലും കഴിക്കേണ്ട ആയിട്ടുള്ള അവസ്ഥ, ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ചലുമകൾ വരൽ, അതുപോലുള്ള പല പ്രതിസന്ധികളിലൂടെയാണ് അവർ ഈ കൊല്ലം നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഏഴര ശനിയായിരുന്നു പ്രമുഖം. ഏഴരശനി ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലസത, മടി, അതുപോലുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിടും. അപ്പോൾ അതിനെന്താണ് പരിഹാരം? ഏഴരശനിയുടെ ഏറ്റവും വലിയ പരിഹാര മാർഗം എന്ന് വെച്ചാൽ പരമശിവനെ ഭജിക്കുക എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, ശാസ്ത്രപ്രീതി വരുത്തുക, ശാസ്താക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുക, എള്ളുപായസം നേദിക്കുക, ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ തൊഴുത്, അതുപോലെ ഈ വെറ്റിലമാല ചാർത്തിക്കുക, അതുപോലെയുള്ള ശനിപ്രീതികരങ്ങളായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് നമുക്ക് ഏഴര ശനിയെ വളരെയധികം നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാം ഭാഗത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം, 3 വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് ശാസ്ത്രം. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തീരാത്ത പ്രശ്നങ്ങളും മനസ്സമാധാനക്കുറവും ദൈവാധീനവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ് 3 വ്യാഴം. പക്ഷേ നിലവിൽ ഈ 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം മേടക്കുഴികാരുടെ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് വന്ന് ഭവിക്കാൻ പോവുകയാണ്. 3-ൽ നിന്ന് ചന്ദ്രാൽ 3-ാം ഇടത്തിൽ നിന്ന് 4-ാം ഭാഗത്തേക്കുള്ള വ്യാഴമാറ്റം പൊതുവെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി വരികയും, അതുപോലെ വീട് പണി മുടങ്ങിക്കിടന്നവർക്ക് വീട് പണി തുടങ്ങുക, അതേമാതിരി ഔഷധ സേവ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് കൂടുതൽ ഗുണപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, രോഗശാന്തി കൈവരിക, മാതാവിന് സൗഖ്യം ഉണ്ടാവുക, മനസ്സമാധാനം ഉണ്ടാവുക, അങ്ങനെ പല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷുഫലം നിങ്ങൾക്ക് വളരെ അനുഗ്രഹീതമായിരിക്കും. അപ്പോൾ വ്യാഴപ്രീതി ഒന്നും കൂടി വരുത്തേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇവ നടത്തുക.